പഠിത്തത്തിൽ ഇപ്പൊ ശ്രദ്ധയില്ലെന്ന് തന്നെയാ ടീച്ചർ പറയുന്നത്. ഞാൻ പറയുന്നല്ലോ നീ കേൾക്കുന്നുണ്ടോ? അതോ ഉറക്കമാണോ? അച്ഛാ, എനിക്കെന്റെ അച്ഛനെ കാണണം. എനിക്ക് മാത്രം എന്താ അച്ഛനില്ലാത്തത്? മറ്റുള്ളവർക്കെല്ലാം അച്ഛനുണ്ട്. എനിക്ക് അച്ഛനെ കാണണം. എന്താ അച്ഛ സത്യമോളെ കാണാൻ വരാത്തത്? സത്യമോള് പാവമല്ലേ? മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? അമ്മ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നിനക്ക് ഞാനില്ലേ? അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ പോരെ? ഈശ്വര, നല്ല ചൂടാണല്ലോ. അതിന്റെ ആയിരിക്കും ഈ പിച്ചും പേയൊക്കെ പറയുന്നത്. മോളെ, മോളെ, സത്യേ, സത്യേ, മോളെ. അച്ഛൻ വന്ന അമ്മ, എന്റെ അച്ഛൻ വന്ന അമ്മ. എന്താ എന്റെ അച്ഛൻ വരാത്തത്? സത്യമോളോട് അച്ഛന് ഇഷ്ടമില്ലേ? അമ്മേ, അമ്മേ. എന്താ അച്ഛ വരാത്തെ? അച്ഛന് സത്യമോളെ കാണണ്ടേ? മോളെ, മോളെ, എനിക്ക് അച്ഛനെ കാണണം. അച്ഛ, അച്ഛ, അച്ഛൻ വന്നാലേ ഞാൻ എഴുന്നേക്കൂ. അച്ഛൻ വന്നാലേ ഞാൻ എന്തെങ്കിലും കഴിക്കൂ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛ, അച്ഛ. ഈശ്വര, സത്യമോള് വാശിയിലാണല്ലോ. ഞാൻ എങ്ങനെ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക? വിഷ്ണുവേട്ടനെ സത്യയുടെ അച്ഛനെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ പപ്പിയെ പോലെയല്ല സത്യം. സത്യയുടെ മനസ്സിൽ മാത്രമായിട്ട് ഈ രഹസ്യം ഒതുങ്ങി നിൽക്കില്ല. അറിയേണ്ട താമസം സത്യ എല്ലാവരെയും അറിയിക്കും. അത് പിന്നെ മറ്റൊരു ദുരന്തത്തിൽ അവസാനിക്കും. എന്താ അച്ഛൻ സത്യമോളെ കാണാൻ വരാത്തെ? അച്ഛനെന്നെ ഇഷ്ടമല്ലേ? സത്യയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇതിനെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭഗവാനെ, കൃഷ്ണ, കാത്തോളനെ. എന്റെ കുട്ടിക്ക് ഒന്നും വരുത്താതെ നോക്കണേ.